ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ ജീവിതം ചിറകുമുളയ്ക്കാത്ത ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെയാണ്. അത് പലതരത്തിലുള്ള ചുള്ളിക്കമ്പുകളെ ആശ്രയിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത്. കാറ്റടിച്ചാൽ ഏതെങ്കിലും ഒരു ചുള്ളിക്കമ്പ് പൊട്ടി വീഴുകയാണെങ്കിൽ ചിറകില്ലാത്ത ആ പക്ഷിക്കുഞ്ഞും താഴെ വീണു പോകും. എന്നാൽ അതിന് 2 ചിറകുകൾ മുളച്ചു കഴിഞ്ഞാലോ അത് അനന്തവിഹായസിലേക്ക് പറന്നുയരാൻ അതിന് സാധിക്കുന്നതാണ്. ആ പക്ഷി കുഞ്ഞിനെ പോലെയാണ് നാം ഓരോരുത്തരും. നാമെല്ലാം ആ പക്ഷിക്കുഞ്ഞ് ചുള്ളിക്കമ്പിനെ ആശ്രയിച്ച് നിൽക്കുന്നത് പോലെ വീട്, കുടുംബം, മക്കൾ, ഭാര്യ, ഭർത്താവ്, സമ്പത്ത് മുതലായ വസ്തുക്കളാകുന്ന ചുള്ളിക്കമ്പുകളെ ആശ്രയിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇവയുടെ ലഭ്യതയാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്ന് കരുതി അതിനെ സമ്പാദിക്കാൻ വേണ്ടി, അതിനെ നിലനിർത്താൻ വേണ്ടി അക്ഷീണ പ്രയത്നം ചെയ്യുന്നു. പക്ഷേ അവ ഒരു ചെറിയ മന്ദമാരുതനടിച്ചാൽ പോലും ചിലത് പൊട്ടി വീഴും. അതിനാൽ നമുക്കും 2 ചിറക് മുളച്ചേ പറ്റും. എന്താണ് ആ ചിറക്? അതാണ് നാം അറിഞ്ഞിരിക്കേണ്ടത്. ഒന്നാമത്തെ ചിറക്, നാം ആശ്രയിക്കുന്ന ഈ വസ്തുക്കളെല്ലാം തന്നെ ചുള്ളിക്കമ്പ് പോലെ അസ്ഥിരവും ക്ഷണികവും തുച്ഛവുമാണെന്ന് ബോധിക്കുക. ഇവിടെ നാം നേടുന്ന വസ്തുക്കളെല്ലാം തന്നെ ക്ഷണികമാണ്. ഇതൊന്നും തന്നെ നമുക്ക് സഹായകവുമില്ല. ഇവയൊന്നും നാം വന്നപ്പോൾ കൊണ്ടുവന്നതുമല്ല, പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതുമല്ല. ഇതും നാം മനസ്സിലാക്കേണ്ടതാണ്. അപ്രകാരത്തിലുള്ള ഈ വസ്തുക്കളൊക്കെ ക്ഷണികമാണെന്ന് ബോധിച്ച് ഇതിനോടുള്ള ആസക്തി കുറയ്ക്കുന്നതാണ് ഒന്നാമത്തെ ചിറക്. ഇവ മാത്രമല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് ബോധിച്ച് ഇവയിലുള്ള അതിയായ മമതയും ആസക്തിയും കുറച്ചാൽ ആ ഒട്ടൽ നമുക്ക് കുറഞ്ഞു കിട്ടും. ഇതാണ് ഒന്നാമത്തെ ചിറക്. രണ്ടാമത്തേത്, നമ്മുടെ മനസ്സ് ആശ്രയിക്കേണ്ടത് പരമമായ ആ സത്യത്തിലേക്കാണ്. സത്യമായിരിക്കുന്ന പരമാത്മാവിലേക്ക് നമ്മുടെ മനസ്സ് ഒഴുകുന്നതോടുകൂടി പരമസുഖം നമ്മളിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങും. അതാണ് നാം രണ്ടാമത്തെ ചിറകെന്ന് പറയുന്നത്. അപ്പോൾ ഈശ്വരഭക്തിയാകുന്ന രണ്ടാമത്തെ ചിറക്, പ്രപഞ്ചവിരക്തിയാകുന്ന ഒന്നാമത്തെ ചിറക്. വിരക്തിയും ഭക്തിയും വളർത്തുക. എന്നാൽ നാം ഏത് ചുള്ളിക്കമ്പിലിരുന്ന് വിശ്രമിച്ചാലും ആ കമ്പ് പൊട്ടുമ്പോൾ നമ്മൾക്ക് സുരക്ഷിതമായി പറന്നുയരാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. നാം ഒരിക്കലും ദുഃഖിക്കേണ്ടതായിട്ട് വരില്ല. ഈ അവസ്ഥയാണ് നാം കൈവരിക്കേണ്ടത്. എന്നാൽ നമ്മുടെ ജീവിതം പരമ ധന്യമായിത്തീരും. ആ ധന്യതയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. അതിന് നാം ഭഗവാന്റെ ആ ദിവ്യമായ മൃദുസ്മേരം നമ്മുടെ മനസ്സിൽ ഒന്ന് പതിയാൻ നാം വളരെയധികം അനുനിമിഷം പരിശ്രമിക്കേണ്ടതാണ്. ഭഗവാന്റെ മൃദുസ്മേര മുഖമുൾപ്പൂവിൽ മിന്നുവാൻ ചെയ്വിൻ നിരന്തരാഭ്യാസം അതേ ജന്മൈകലാഭമാം. ആ ഈശ്വരനോടുള്ള ഭക്തി നമ്മളിൽ വളർന്നു കഴിയുമ്പോൾ നിരന്തരമായ ചിന്ത കൊണ്ട് ഭഗവാനെ തന്നെ നാം ഓർമ്മിക്കാനിടവന്നാൽ, അതാണ് ഭഗവാന്റെ മൃദുസ്മേര മുഖമുൾപ്പൂവിൽ മിന്നുവാൻ ചെയ്വിൻ നിരന്തരാഭ്യാസം. നമ്മുടെ നാം ചെയ്യേണ്ട അഭ്യാസം എന്താണ്? ഭഗവാനെ തന്നെ നിരന്തരം ഓർമ്മിക്കുക എന്നത്. അതേ ജന്മൈകലാഭമാം. അതാണ് ഈ ജന്മത്തിൽ നമ്മൾ നേടേണ്ട ഏറ്റവും അമൂല്യമായ വസ്തുത എന്ന് നാം ബോധിക്കേണ്ടതാണ്. ഭഗവത് മൃദുസ്മേര മുഖമുൾപ്പൂവിൽ മിന്നുവാൻ ചെയ്വിൻ നിരന്തരാഭ്യാസം അതേ ജന്മൈകലാഭമാം.